നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന റവ കൊണ്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വറുക്കാത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഏകദേശം ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങ ഉപയോഗിച്ചാലും മതി. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് പെരുംജീരകം അഥവാ വലിയ ജീരകം 1/4 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ഒരു 6-7 ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ചേർത്തത് കൊണ്ട് തന്നെ ഒത്തിരി വെള്ളം ആദ്യമേ തന്നെ ഉപയോഗിക്കരുത്. അപ്പോൾ ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സിയിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി കട്ടിയായിട്ട് ചെയ്യരുത്. ദോശ ബാറ്ററിൻ്റെ അതേ പാകത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പാനിലോട്ടേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് അത് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ഇത്തിരി എണ്ണ തടവി കൊടുക്കാം. നമ്മൾ ദോശ റെഡിയാക്കിയെടുക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇതും റെഡിയാക്കിയെടുക്കുന്നത്. ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട്, ദോശക്ക് നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്നത് പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ അധികം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരുന്നത് കണ്ടില്ലേ, നമ്മൾ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനൊന്ന് ചുട്ടെടുക്കാം. പാനിലോട്ടേക്ക് ഒരു ഇത്തിരി എണ്ണ തടവി ഒരു തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ മുഴുവൻ അപ്പം ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇനി കറികൾ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ട റോസ്റ്റും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണെന്ന് തന്നെ പറയാം. ഒരു 5 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.